സീക്രട്ട് ഏജന്റ് ജിൻഡോ ഫാൻസുകാരെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നത് കണ്ടിരുന്നോ? സോറി സീക്രട്ട് ഏജന്റ് അല്ല കേട്ടോ, സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽ ജിൻഡോയുടെ ഫാൻസുകാരെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ കണ്ടിരുന്നോ? ജിൻഡോയുടെ ഫാൻസുകാരെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ചിലര് വന്നിട്ട് സീക്രട്ട് ഏജന്റിന്റെ യൂട്യൂബ് ചാനലിന്റെ താഴെ പോയിട്ട് കമന്റ്സ് ഇടുവാണെന്ന്. സീക്രട്ട് ഏജന്റ് എന്നാണല്ലോ ആ യൂട്യൂബിന്റെ പേര്, ആ ചാനലിന്റെ പേര്, അതുകൊണ്ടാണ് കേട്ടോ അത് പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തെ സായി കൃഷ്ണ എന്നാണ്, അദ്ദേഹം സീക്രട്ട് ഏജന്റ് അല്ല, സായി കൃഷ്ണയാണെന്ന് ഓൾറെഡി ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞായിരുന്നു. ലാലേട്ടനും സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞപ്പോൾ സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല, ഇനി അതില്ല ലാലേട്ട, ഇനി സായി കൃഷ്ണ അല്ലെങ്കിൽ കണ്ണൻ. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സായി കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ ആളുകൾ കമന്റ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയിട്ട് സീക്രട്ട് ഏജന്റ് എന്താണ് ജിൻഡോയുടെ കപ്പ് പിടിച്ച് ജിൻഡോയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇടാത്തത്, സീക്രട്ട് ഏജന്റ് എന്താണ് കൺഗ്രാജുലേറ്റ് ചെയ്യാത്തത്, സീക്രട്ട് ഏജന്റിന് കുശുംബാണോ, ഇങ്ങനെയൊക്കെ കമന്റ്സ് ഇടുന്നു എന്നും സൈബർ എരക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ സായി കൃഷ്ണ എന്ന വ്യക്തി ഇനി ഇപ്പൊ ആരും സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്നില്ല, ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം മാത്രമാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നുള്ളൂ. ആ ബിഗ് ബോസിൽ പോയ പിന്നെ ഇപ്പൊ ആരും അങ്ങനെ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കാറില്ല. കമന്റ്സ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. സായി കൃഷ്ണ എന്ന് വിളിക്കുന്നവരുണ്ട്, കണ്ണാന്ന് വിളിക്കുന്നവരുണ്ട്, പിന്നെ പലതും വിളിക്കുന്നവരും ഉണ്ട് കേട്ടോ. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ അങ്ങനെയാണെന്ന് താങ്കൾ തന്നെയാണ് ബിഗ് ബോസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞ ഒരു കാര്യം, ജിൻഡോ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, ഇങ്ങനെ ഒരാളെ കൺഗ്രാജുലേറ്റ് ചെയ്ത് പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയല്ല, എന്നെയായിട്ട് ഞാനാണ്, അല്ലാതെ എനിക്ക് അങ്ങനെ ചെയ്യുന്ന ഒരാളെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു നന്ദനയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിജോയ്ക്കായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ അഭിഷേകിനാണ് കിട്ടിയിരുന്നെങ്കിൽ, അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സിനാണ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായേനെ, എനിക്ക് എക്സൈറ്റ്മെന്റ് ഉള്ളപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടേനെ, എനിക്കിപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്ന ഒരു വ്യക്തിയെ അല്ല എന്നാണ് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട്, പിന്നെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനാണ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് എക്സൈറ്റ്മെന്റ് വന്നിട്ട് ഇട്ടേനെന്ന്. അപ്പം ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹം ആ വീടിന്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്. ജിൻഡോയ്ക്ക് കപ്പ് കിട്ടണം എന്നല്ല ആഗ്രഹമെന്ന്, ജിൻഡോനെ എങ്ങനെയെങ്കിലും എന്താ പറയുന്നത്, പഴയ വീഡിയോ എല്ലാവരും എടുത്തുകൊണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിയാണ്, പഴയ വീഡിയോ പറഞ്ഞ എങ്ങനെ കപ്പ് കിട്ടാത്തത് നാണം കെട്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജിൻഡോനെ കപ്പ് മേടിക്കാനായിട്ട് അനുവദിക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പണപ്പെട്ടി എടുത്ത് അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം പറഞ്ഞത് എൻ്റെ സുഹൃത്ത് സിജോയ്ക്ക് കപ്പ് കിട്ടണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞില്ല. അടുത്ത ഇതില് സിജോയും പുറത്തുപോയി. അപ്പൊ പറഞ്ഞിരുന്ന പേര് അർജുന് കിട്ടണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ജാസ്മിൻ കോണ്ടന്റ് ഉണ്ടാക്കിയോണ്ട് ജാസ്മിന് കിട്ടണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അഭിഷേകിന് കിട്ടണം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. എൻ്റെ ഫ്രണ്ട് അർജുൻ അല്ലെങ്കിൽ അഭിഷേക് വിന്നർ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പൊ ചേർത്ത് പറയുന്ന പേരാണ് അഭിഷേകിന്റെ പേര് കേട്ടോ. പക്ഷെ അഭിഷേക് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ഫ്രണ്ടൊക്കെ ആയിട്ടാണ് സായി കൃഷ്ണനെ കണ്ടത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഒരു തങ്കച്ചി പാസം മാത്രം ഉണ്ടായിരുന്നു. പിന്നെ സിജോനോടും അർജുനോടും സ്നേഹം പോയി, അതുകൊണ്ട് പറഞ്ഞു സിജോ ആവണം അല്ലെങ്കിൽ അർജുൻ ആവണം. അർജുനൊക്കെ ഫസ്റ്റ് കിട്ടിയിരുന്നെങ്കിലും അടിപൊളിയായിട്ട് കൈയടിച്ചതിന് എക്സൈറ്റ്മെന്റ് ഒക്കെ വന്നതിന്. അഭിഷേകിനാണ് കിട്ടിയിരുന്നെങ്കിൽ അത്രയും വരാൻ പോകുന്നില്ല എന്നാണ് ബിഗ് ബോസ് കണ്ട എനിക്ക് തോന്നിയ ഒരു കാര്യം. പിന്നെയും കുറെ കാര്യങ്ങൾ, കുറെ മാസ് ഡയലോഗ് പറയുന്നുണ്ട്. സായി കൃഷ്ണ കാറി കയറി കഴിഞ്ഞാൽ പിന്നെ മാസ് ആവുമല്ലോ. ബിഗ് ബോസിന്റെ അകത്ത് പോകുമ്പോൾ സായി കൃഷ്ണ കണ്ണനാകും, കാറിന്റെ അകത്ത് കയറുമ്പോൾ സീക്രട്ട് ഏജന്റ് ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആരും ഭീഷണിപ്പെടുത്താന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പേരില്ലാതെ കമന്റ് ബോക്സിൽ വരുന്നവർ വേറെ എന്തോ പണിക്ക് പോകുന്നവരാണെന്ന് ആ വേർഡ് പറയാനായിട്ട് എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. പക്ഷെ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ എങ്ങനെയാണ് ആ ചേട്ടൻ ഇത്രയും വലിയൊരു എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ സായി കൃഷ്ണയ്ക്ക് ഒരു എനർജി കിട്ടുന്നത്, ഒരു വേറെ ലെവൽ മാനായി മാറുകയാണ്. പക്ഷെ കാറിൻ്റെ അകത്ത് ഇതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആളാവുന്നു. പുറത്ത് കിടക്കുമ്പോഴല്ല കേട്ടോ, ബിഗ് ബോസിൻ്റെ അകത്ത് പോകുമ്പോൾ വേറൊരാളാവുന്നു. കാറ് കയറി കഴിയുമ്പോൾ ഒരു ഊർജ്ജം കിട്ടുന്നു. നമ്മളൊക്കെ വിചാരിച്ച ഒരാളേ അല്ല. അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മൾ എന്തിനാ ഒരാളെ കുറിച്ച് മാസമായിട്ടൊക്കെ വിചാരിക്കാൻ പോകണേ അല്ലേ. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, അദ്ദേഹം ഇങ്ങനെ കുറെ പേര് വന്നിട്ട് കമന്റ്സ് ഇടുന്നു. എന്താണ് സായി കൃഷ്ണ ജിൻഡോ കപ്പ് കിട്ടിയിട്ട് എന്താണ് കൺഗ്രാജുലേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇടാത്ത എന്താണ്, നിങ്ങൾക്ക് കുശുമ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീഡിയോയിൽ വന്ന് ഇത്രയും പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആയിട്ടോ അല്ലെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ അങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ല, അദ്ദേഹം ജയിച്ചതിൽ എനിക്ക് റെസ്പെക്ട് ഉണ്ട് അല്ലെങ്കിൽ ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ
എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരൊന്നൊക്കെ പോയി കണ്ടു നോക്കുക. ഒരു ഭയങ്കരമായിട്ട് എന്തോ അങ്ങനെ ചോദിക്കുന്നവരെയൊക്കെ പുച്ഛിച്ചുകൊണ്ട്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ കമന്റ് ചെയ്യാൻ തോന്നൂലേ? തെറി വിളിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ ചോദിച്ചത്, എന്തുകൊണ്ട് ചെയ്തില്ല എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിനൊരു മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. ഇനി നീ ആരാണ് ഇത് പറയാമെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, ഇത് ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരാൾക്ക്, വീഡിയോസ് കാണുന്ന ഒരാൾക്ക് പ്രതികരിക്കാൻ തോന്നൂല്ലോ. ഞാനിത് വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ഫ്രം വർഷ.